ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടൊരു പാൽ ചക്കയായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പാൽ കപ്പ കണ്ടു, പാൽ കാച്ചിൽ കണ്ടു, പാൽ ചേന കണ്ടു, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കണ്ടു. പക്ഷേ ഞാൻ ഒരിടത്തും യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ട് ഒരിടത്തും കണ്ടില്ല, പാൽ ചക്ക കണ്ടില്ല. അപ്പോൾ എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടൊരു പാൽ ചക്ക ഇടാമെന്നോർത്തു. അങ്ങനെ ഇന്ന് നമ്മുടെ വെറൈറ്റി വിഭവമായ പാൽച്ചക്കയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വിഭവമാണ്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിക്കാനായിട്ട് നമുക്ക് ഒരു പാൽച്ചക്ക ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാൽച്ചക്ക ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഇച്ചിരി ചക്കയൊക്കെ വെട്ടി പെറുക്കി കീന്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൽ ചക്ക ഉണ്ടാക്കാം. എല്ലാം നമ്മൾ പാൽ കപ്പ ഉണ്ടാക്കും, പാൽ ചേന, പാൽ കാച്ചിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്ക കൊണ്ട് ഇന്നൊരു പാൽ ചക്ക ഉണ്ടാക്കാം. നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഞാനൊന്ന് ഓർത്ത് നമുക്കൊരു പാൽ ചക്ക ഉണ്ടാക്കാൻ. ചക്ക നല്ല തേങ്ങാപ്പാലിനകത്തൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാൽ ചക്ക ഉണ്ടാക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ നമുക്ക് പാൽ ചക്ക ഉണ്ടാക്കാൻ പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഈ ചക്കയൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയെ വെച്ചേച്ച് ഇതിനകത്ത് വെച്ചിങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കണ്ട. അപ്പോൾ നമുക്ക് ഇത് വാരി ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യമേ നമുക്ക് ചക്ക നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്ക് നമ്മൾ തീ കത്തിച്ച് വെള്ളം തിളയ്ക്കുമ്പം അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കുക്കറിനകത്തൊക്കെ വെക്കാം. പക്ഷേ അത് അത്രയൊരു ഇതാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ഇങ്ങനെ വാരി വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റി നമുക്ക് ഈ ചക്കയൊന്ന് ഒന്നും ഇടുന്നില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ആവി കയറ്റി ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ പാൽച്ചക്ക റെഡിയാക്കാൻ. അങ്ങനെ നമ്മുടെ ചക്ക വെച്ചിട്ടൊരു 3-4 മിനിറ്റേ ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ലപോലെ വെന്തു. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫാക്കി മാറ്റി വെക്കാവേ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പാൽ ചക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചക്ക വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പാൽക്കപ്പയ്ക്കൊക്കെ ഇടുന്ന പോലെ തന്നെ നമ്മളിത് ഉള്ളിയും മുളകും, നമ്മൾ കാന്താരി മുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്ക ആയതുകൊണ്ട് മാത്രം അതിനകത്തേക്ക് 2 വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഒരു ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ 2 വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും കാന്താരിയും എല്ലാം കൂടെ നല്ലപോലെ നമ്മൾ ചതച്ച് ചേർത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ച് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എടുത്ത് നാളത്തേക്ക് മാറ്റി വെച്ചു. മൊത്തം എടുത്തതിനകത്ത് ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എല്ലാം കൂടി ഇട്ട് ഇളക്കി നമ്മുടെ ഉള്ളിയും നമ്മുടെ കാന്താരി 2 വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാരണം അതൊരു നമ്മുടെ ചക്ക ആയതുകൊണ്ട്, കപ്പയ്ക്കല്ല, ചക്കയ്ക്ക് ഇനി വല്ല ഗ്യാസൊക്കെ കയറുമെന്ന് ഓർത്തുകൊണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് നമ്മൾ 2-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചക്ക ആയതുകൊണ്ട് ഒത്തിരി വേണ്ട, നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒട്ടും ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി ഒന്ന് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല പുട്ടുപോലെ പൊടിഞ്ഞ് കുഴയുന്ന ചക്കയാട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പാൽ ചക്ക ഉണ്ടാക്കാമെന്ന് ഓർത്തത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. പിന്നെ ഈ 2-ാം പാലിനകത്ത് കിടന്ന് നമ്മുടെ ഈ ചക്കയൊന്ന് കുറുകട്ടെ കേട്ടോ. പയ്യെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ഇച്ചിരി കറിവേപ്പില അങ്ങോട്ട് കൊടുത്ത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇച്ചിരി കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ കറിവേപ്പിലയുടെ ഒരു നല്ല ഫ്ലേവർ കൂടെ അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങി ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ പാൽ ചക്കയ്ക്കുള്ള ആദ്യത്തെ 2-ാം പാൽ ഒഴിച്ച് നമ്മുടെ ചക്ക നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതേ ഞാൻ എടുത്ത് വെച്ചിരിക്കും നമ്മുടെ 1-ാം പാൽ ഞാൻ നല്ല കൊഴുപ്പോടുകൂടി 1-ാം പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ 1-ാം പാൽ ഒഴിച്ച് ഒന്ന് പയ്യെ ചൂടായിട്ട് വരുമ്പം നമുക്ക് വാങ്ങി വെച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മളെന്നും ഈ ചക്ക ഈ തേങ്ങ ഒക്കെ അരച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു സൂപ്പർ ടേസ്റ്റും ആയിരിക്കും, ഒരു വെറൈറ്റി വിഭവമായിരിക്കും. പാലിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. പാൽ ചക്ക എന്നൊക്കെ ആരും അങ്ങനെ കേട്ടിട്ട് പോലും കാണുകയില്ല. പാൽക്കപ്പ, പാൽ ചേന, പാൽ കാച്ചിൽ. നമ്മൾ പാൽ കാച്ചിൽ നേരത്തെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ചക്ക വേണ്ടാന്ന് പറയുന്നവർ പോലും ചക്ക കഴിച്ചു പോകും. അപ്പോൾ ഇഷ്ടം പോലെ ചക്കയുള്ള സീസണല്ലേ, അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചക്ക കഴിക്കുന്നതല്ലല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് നോക്കണം. ആർക്കെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് നമ്മുടെ ചക്ക നല്ലപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കടുകും എല്ലാം കൂടി ഒന്ന് താളിച്ച് നമുക്ക് ഒഴിക്കാവേ. അപ്പോൾ നമ്മുടെ പാൽ ചക്കയ്ക്കുള്ള കടുക് താളിക്കാനായിട്ട് ഞാനിത് പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുള്ളി കറിവേപ്പിലയൊക്കെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ കുഞ്ഞുള്ളി നമുക്ക് ഇതിനകത്തേക്ക്. നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി വറ്റൽ മുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് കിടന്ന് മൂത്തോളും നമുക്കിനി നമ്മുടെ പാൽ ഇതിനകത്തേക്ക് ചക്കയ്ക്കകത്തേക്ക് നമുക്ക് ഇതൊഴിച്ച് കൊടുക്കാവേ. നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നമ്മുടെ പാൽ കപ്പയ്ക്കകത്തേക്ക് ഒഴിക്കുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചക്കയ്ക്കകത്തേക്കൊന്ന് ഒഴിച്ച് ഒന്നിളക്കി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം പിന്നെ ഒന്ന് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ 3-4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാൽച്ചക്ക കടുകൊക്കെ വറുത്തിട്ട് ഇത് നമ്മുടെ പാൽക്കപ്പ തോറ്റു പോകുന്ന പാൽ ചക്ക റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ടോ എന്നാ സെറ്റപ്പാന്ന് നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തീർന്നു. എന്നാ നിമിഷ നേരം കൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പി വെക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി പാൽച്ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതുപോലെ നല്ല നല്ല വീഡിയോസും വെറൈറ്റി വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.